ചക്രവർത്തിയുടെ സമ്പന്നമായ കൊട്ടാരത്തിലെ കാത്തിരിപ്പ് കനത്തതായിരുന്നു. ഒരു വിദൂര രാജ്യത്തിൽ നിന്നുള്ള ഒരു പ്രശസ്ത ആഭരണ നിർമ്മാതാക്കൾ അത്ഭുതകരമായ ഒരു സമ്മാനം സമർപ്പിച്ചു. സങ്കീർണമായി രൂപകൽപ്പന ചെയ്ത ഒരു സ്വർണ്ണ ലോക്കറ്റ്. അവയ്ക്ക് നിഗൂഢമായ ഭാഗ്യമുണ്ടെന്ന് അഭ്യൂഹമുണ്ട്. ലോക്കറ്റ് അത് ചുമക്കുന്നയാൾക്ക് ഭാഗ്യവും സിദ്ധിയും നൽകുമെന്ന് പറയപ്പെടുന്നു. മാന്ത്രികതയുടെയും നിഗൂഢതയുടെയും കഥകളിൽ എപ്പോഴും ആകാംക്ഷയുള്ള അക്ബർ ചക്രവർത്തി ഐതിഹാസിക ലോക്കറ്റ് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. നിർമ്മിച്ചവരുടെ അവകാശവാദങ്ങളുടെ ആധികാരികത വിലയിരുത്താൻ അദ്ദേഹം തൻ്റെ തമാശക്കാരനും ബുദ്ധിമാനുമായ ഉപദേശകൻ ബീർബലിനെ വിളിച്ചു വരുത്തി. കോടതിയിൽ പ്രവേശിച്ച ബീർബൽ വെൽവെറ്റ് തലയണിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വികിരണ ലോക്കറ്റ് ശ്രദ്ധിച്ചു. അതിൻ്റെ സുവർണ പ്രതലം ഒരു അതീന്ദ്രിയ പ്രകാശത്താൽ തിളങ്ങി. സങ്കീർണമായ പാറ്റേണുകൾ അതിൻ്റെ പുറംഭാഗത്തെ അലങ്കരിച്ചു. കൊട്ടാരത്തിലെ അംഗങ്ങൾ ആവേശത്തോടെ മന്ത്രിച്ചു. ഉള്ളിലുണ്ടെന്ന് കരുതപ്പെടുന്ന മാന്ത്രിക ഗുണങ്ങളെക്കുറിച്ച് ജിജ്ഞാസയോടെ അവർ പറഞ്ഞു. ബീർബലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അക്ബർ ചക്രവർത്തി പറഞ്ഞു, ബീർബൽ, ഈ സ്വർണ്ണ ലോക്കറ്റ് അതിൻ്റെ ഉടമയ്ക്ക് ഐശ്വര്യം കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നു. എനിക്ക് അതിൻ്റെ ശക്തി പരിശോധിക്കാൻ ആഗ്രഹമുണ്ട്. ലോക്കറ്റ് ധരിക്കൂ. അത് നിങ്ങളുടെ ഭാഗ്യത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. പ്രായോഗിക ചിന്താഗതിക്കാരനായിരുന്ന ബീർബൽ മറുപടി പറഞ്ഞു, മഹാനെ, അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ലോക്കറ്റ് ധരിക്കും. എന്നിരുന്നാലും യഥാർത്ഥ അഭിവൃദ്ധി ഭൗതിക സമ്പത്തിലല്ല, മറിച്ച് ഒരാളുടെ പ്രവർത്തനങ്ങളിലും സദ്ഗുണങ്ങളിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബീർബലിൻ്റെ കാഴ്ചപ്പാടിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ സ്വർണ്ണ ലോക്കറ്റ് ധരിക്കാൻ അനുവദിക്കാൻ സമ്മതിച്ചു. ബീർബൽ മാല അണിഞ്ഞപ്പോൾ ഐതിഹാസികമായ ലോക്കറ്റ് സമൃദ്ധിയുടെ ഒരു തരംഗം പുറപ്പെടുവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ട് കൊട്ടാരവാസികൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. ബീർബൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ തൻ്റെ ചുമതലകൾക്കായി സ്വർണ്ണ ലോക്കറ്റ് ധരിക്കുന്നത് തുടർന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിൽ കാര്യമായ മാറ്റമൊന്നും തോന്നിയില്ല. പ്രകടമായ മാന്ത്രികതയുടെ അഭാവത്തിൽ നിരാശരായ കൊട്ടാരവാസികൾ ജ്വല്ലറിയുടെ അവകാശവാദങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം ബീർബൽ രാജകീയ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ നിരാശയാൽ കണ്ണുകൾ നിറഞ്ഞ് ഒരു യാചകൻ അവനെ സമീപിച്ചു. ദയവായി അങ്ങുന്നേ, എനിക്ക് വിശപ്പും ക്ഷീണവും ഉണ്ട്. നിങ്ങൾക്ക് ഒരു നാണയമോ ഒരു കഷ്ണം ഭക്ഷണമോ എനിക്കായി നീക്കി വെക്കാമോ? യാചകൻ അപേക്ഷിച്ചു. കാരുണ്യമുള്ള ഹൃദയത്തോടെ ബീർബൽ തൻ്റെ പേഴ്സിലേക്ക് കൈനീട്ടി ഒരു പിടി നാണയങ്ങൾ ഭിക്ഷക്കാരന് നൽകി. കൃതജ്ഞതയാൽ മതിമറന്ന യാചകൻ ബീർബലിൻ്റെ കഴുത്തിലെ സ്വർണ്ണ ലോക്കറ്റിലേക്ക് നോക്കി. നിങ്ങളുടെ ഔദാര്യം തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. സ്വർഗത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. യാചകൻ്റെ വാക്കുകളിൽ സ്പർശിച്ച ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പൂന്തോട്ടത്തിലൂടെയുള്ള തൻ്റെ സഞ്ചാരം തുടർന്നു. അന്ന് രാത്രി ബീർബൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീട്ടുവാതിൽക്കൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ സഞ്ചി കണ്ടു. അത് തുറന്നപ്പോൾ ഒരു പിടി അതിമനോഹരമായ രത്നക്കല്ലുകൾ അദ്ദേഹം കണ്ടു. അജ്ഞാതനായ ഒരു ആരാധകൻ്റെ സമ്മാനം. നിഗൂഢമായ സമ്മാനത്തെക്കുറിച്ചുള്ള വാക്ക് കോടതിയിൽ പരന്നു. താമസിയാതെ അക്ബർ ചക്രവർത്തിയും കൊട്ടാരവാസികളും ബീർബലിൻ്റെ അപ്രതീക്ഷിതമായ അഭിവൃദ്ധിയുടെ ഉറവിടം മനസ്സിലാക്കാൻ ഉത്സുകരായി. ഒരു ആംഗ്യത്തോടെ ബീർബൽ ചക്രവർത്തിയെയും കൗതുകം നിറഞ്ഞ കാണികളെയും അഭിസംബോധന ചെയ്തു. മഹാനെ, യഥാർത്ഥ മാന്ത്രികത ഉള്ളത് സ്വർണ്ണ ലോക്കറ്റിലല്ല, മറിച്ച് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദയയിലും ഔദാര്യത്തിലുമാണ്. യാചകൻ്റെ അനുഗ്രഹങ്ങൾ ലോക്കറ്റിൻ്റെ സങ്കല്പത്തിൻ്റെ ഫലമായിരുന്നില്ല, മറിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തിരഞ്ഞെടുക്കുന്ന നല്ല പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ ജ്ഞാനത്തെ അഭിനന്ദിച്ചു. പഠിച്ച അഗാധമായ പാഠം അംഗീകരിച്ചു. ബീർബൽ, യഥാർത്ഥ അഭിവൃദ്ധി ഭൗതിക സമ്പത്തിൽ മാത്രം അളക്കപ്പെടുന്നില്ലെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തന്നു. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ സമൃദ്ധിയും മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ദയയും നാം ഉൾക്കൊള്ളുന്ന ഗുണങ്ങളുമാണ് ശാശ്വതമായ ഭാഗ്യം കൊണ്ടുവരുന്നത്. ബീർബലിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കോടതി അഭിവൃദ്ധിയെക്കുറിച്ചുള്ള അവരുടെ ധാരണയെ
പുനർമൂല്യനിർണയം ചെയ്യാൻ തുടങ്ങി. സുവർണ ലോക്കറ്റ് മനോഹരമാണെങ്കിലും ഒരു പുതിയ വെളിച്ചത്തിൽ കണ്ടു. ഓരോ വ്യക്തിയിലും വസിക്കുന്ന നല്ല മാറ്റത്തിനുള്ള സാധ്യതയുടെ പ്രതീകം. കഥയുടെ ഗുണപാഠം: യഥാർത്ഥ അഭിവൃദ്ധി അളക്കുന്നത് ഭൗതിക സമ്പത്തിൽ മാത്രമല്ല, മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ദയയിലും ഔദാര്യത്തിലുമാണെന്ന് സ്വർണ്ണ ലോക്കറ്റിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. നാം നട്ടുവളർത്തുന്ന സദ്ഗുണങ്ങളും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ശാശ്വതവും അർത്ഥപൂർണവുമായ ഭാഗ്യം കൊണ്ടുവരുമെന്ന് അത് ഊന്നിപ്പറയുന്നു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.